So second theory is Lacey's regime theory. നമ്മൾ കഴിഞ്ഞ പഠിച്ച കെനഡീസ് തിയറിയിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. സോ ആ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള സെക്കൻഡ് തിയറിയാണ് Lacey's regime theory. Lacey's regime theory. Dimensions, width, depth and slope of a regime channel to carry a given discharge loaded with a given civil charge are all fixed by nature. So Lacey's regime theory il parayunnathu the dimensions, width, depth and slope of a regime channel to carry a given discharge loaded with a silt charge are all fixed by nature. Lacey succeeded in evolving more generally applicable equation based on his own experiments and the experiments of past investigators. നമ്മള് കെനഡീസ് തിയറിയില് അപ്പർ ബാരി ഡോവാബ് കനാലില് പോയി എക്സ്പെരിമെന്റ് നടത്തി അവിടെ നിന്ന് കിട്ടിയ അവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷനും പിന്നെ സിമിലർ ആയിട്ടുള്ളിടത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഇക്വേഷൻ. പക്ഷേ ലേസീസ് തിയറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലേസിയുടെ സ്വന്തമായ എക്സ്പെരിമെന്റ്സും അതിന് മുമ്പുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ എക്സ്പെരിമെന്റ്സ് എന്നെല്ലാം കൂടെ എടുത്ത് ലേസി കുറച്ചും കൂടെ ജനറലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തെടുത്തു. നമ്മള് കെനഡീസ് തിയറിയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അപ്പർ വാലി ഡോവാബ് കനാലും അതിന് സിമിലർ ആയിട്ടുള്ള ചാനൽസിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. പിന്നെ സിൽറ്റ് ക്യാരിങ് ഫിനോമിന എല്ലാം എം എന്നൊരു സിംഗിൾ ഫാക്ടറിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു ജനറലൈസ്ഡ് ഇക്വേഷൻ പറഞ്ഞത്. പക്ഷെ ലേസി ഫോർമുലേറ്റ് ചെയ്ത ഇക്വേഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ജനറലി ആപ്ലിക്കബിൾ ആയിരുന്നു. സോ ലേസീസ് റിജൈം തിയറി പറയുന്നത് dimensions, slope, width, depth of a regime channel to carry a given discharge loaded with given silt charge are all fixed by nature. പിന്നെന്താണ് more generally applicable equations were evolved. More generally applicable equations were evolved. So ഇതാണ് ലേസീസ് തിയറി. ലേസീസ് തിയറിയിൽ പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് വിത്ത് ഗിവൺ സിൽറ്റ് ചാർജ് അത് ക്യാരി ചെയ്യാൻ വേണ്ട റിജൈൻ ചാനലിന്റെ സ്ലോപ്പും വിഡ്ത്തും ഡെപ്തും എല്ലാം നേച്ചർ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ലേസീസ് തിയറിയിൽ പറയുന്നത്. പിന്നെ ലേസിക്ക് മുമ്പുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ എക്സ്പെരിമെന്റിൽ നിന്നും ലേസിയുടേതായ സ്വന്തം എക്സ്പെരിമെന്റ്സിൽ നിന്നും ലേസി ഇവോൾവ് ചെയ്തെടുത്ത ഇക്വേഷൻസ് എല്ലാം കുറച്ചും കൂടെ ജനറലി ആപ്ലിക്കബിൾ ഇക്വേഷൻസ് ആണ്. ഇനി കുറച്ച് ടേംസ് നോക്കാം. ഈ റിജൈം തിയറി ആയിട്ട് റിജൈമിനെ ബേസ് ചെയ്ത് കുറച്ച് ടേംസ് ഉണ്ട്. regime channel. So Lacey defined regime channel as a stable channel transporting regime silt charge. So Lacey regime channel പറഞ്ഞ് Lacey define ചെയ്തത് എന്താണെന്ന് വെച്ചാൽ it is a stable channel transporting regime silt charge. It is a stable channel transporting regime silt charge.
റിജൈൻ സിൽറ്റ് ചാർജ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ ചാനൽ. അതാണ് റിജൈൻ ചാനൽ എന്ന് ലേസി ഡിഫൈൻ ചെയ്തത്. A channel will be in regime if it flows in unlimited incoherent alluvium of the same character as that transported and the silt grade and silt charge are all constant. അപ്പം ചാനൽ എപ്പോഴാണ് റിജൈമിൽ എന്ന് പറയുന്നത്? ചാനൽ ഇസ് ഇൻ റിജൈം. ഒരു ചാനൽ എപ്പോഴാണ് റിജൈമിൽ എന്ന് പറയുന്നത്? ചാനൽ എപ്പോഴാണ് റിജൈമിൽ എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ് ഫ്ലോസ് ഇൻ അൺലിമിറ്റഡ് ഇൻകോഹറന്റ് അലൂവിയം, ഇഫ് ഇറ്റ് ഫ്ലോസ് ഇൻ അൺലിമിറ്റഡ് incoherent alluvium, unlimited incoherent alluvium of same character as that transported, or same character as that transported. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഒരു ചാനൽ റിജൈമിൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ചാനലിനകത്ത് ഫ്ലോ അൺലിമിറ്റഡ് ഇൻകോഹറന്റ് അലൂവിയത്തിലായിരിക്കണം. അതായത് ആ ചാനൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അലൂവിയത്തിന്റെ സെയിം ക്യാരക്ടർ ഉള്ള അൺലിമിറ്റഡ് ഇൻകോഹറന്റ് അലൂവിയത്തിലൂടെ ആയിരിക്കണം ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് സിൽറ്റ് ഗ്രേഡ് ആൻഡ് സിൽറ്റ് ചാർജ് ആർ ഓൾ കോൺസ്റ്റന്റ്. പിന്നെ സിൽറ്റ് ഗ്രേഡ് ആൻഡ് silt charge are constant. സോ ഒരു ചാനൽ റിജൈമിൽ ആണോ എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ചാനൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അലൂവിയത്തിന്റെ സെയിം ക്യാരക്ടറുള്ള അൺലിമിറ്റഡ് ഇൻകോഹറന്റ് അലൂവിയത്തിലൂടെ ആയിരിക്കണം ഫ്ലോ. ആൻഡ് സെക്കൻഡ് ഇസ് സിൽറ്റ് ഗ്രേഡും സിൽറ്റ് ചാർജും കോൺസ്റ്റന്റ് ആയിരിക്കണം. എങ്കിലാണ് ഒരു ചാനൽ റിജൈമിൽ ആണെന്ന് പറയുന്നത്. A regime channel is a stable channel transporting regime silt charge. ഇനി ഇൻകോഹറന്റ് അലൂവിയം എന്താണെന്ന് നോക്കാം. ഇൻകോഹറന്റ് alluvium. What do you mean by incoherent alluvium? It is a soil composed of loose granular graded material. Soil composed of loose granular graded material. ഇൻകോഹറന്റ് അലൂവിയം എന്ന് പറഞ്ഞാൽ അതൊരു സോയിൽ ആണ് വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ്. സോയിലിനകത്ത് എന്തുകൊണ്ടുള്ള സോയിലാണ്? ലൂസ് ഗ്രാനുലാർ ഗ്രേഡഡ് മെറ്റീരിയൽ കൊണ്ടുള്ള സോയിൽ which can be scoured with the same ease with which it is deposited. Scoured with the same ease with which it is deposited. Incoherent alluvium എന്ന് പറഞ്ഞാൽ ലൂസ് ഗ്രാനുലാർ ഗ്രേഡഡ് മെറ്റീരിയൽ കൊണ്ടുള്ള സോയിലാണ്. ലൂസ് ഗ്രാനുലാർ ഗ്രേഡഡ് മെറ്റീരിയൽ കൊണ്ടുള്ള സോയിലാണ് ഇൻകോഹറന്റ് അലൂവിയം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് എളുപ്പത്തിൽ അതിനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ അതേ എളുപ്പത്തിൽ തന്നെ അതിനെ സ്കോർ ചെയ്യാനും പറ്റും. സോ ഇൻകോഹറന്റ് അലൂവിയം മീൻസ് ഇറ്റ് ഇസ് എ സോയിൽ കമ്പോസ്ഡ് ഓഫ് ലൂസ് ഗ്രാനുലാർ ഗ്രേഡഡ് മെറ്റീരിയൽ. ഇൻകോഹറന്റ് അലൂവിയം മീൻസ് ഇറ്റ്സ് എ സോയിൽ composed of loose granular graded material which can be scoured with the same ease with which it is deposited. എന്ത് എളുപ്പത്തിലാണോ അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതേ എളുപ്പത്തിൽ തന്നെ അതിനെ സ്കൗർ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ലൂസ് ഗ്രാനുലാർ ഗ്രേഡഡ് മെറ്റീരിയൽ ഉണ്ടാക്കിയ സോയിൽ അതാണ് ഇൻകോഹറന്റ് അലൂവിയം. ഇൻകോഹറന്റ് അലൂവിയം. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് കണ്ടു, regime channel incoherent alluvium. Next is regime silt charge. Regime silt
എന്താണ് റിജൈൻ സിൽട്ട് ചാർജ്? ഇറ്റ് ഈസ് ദ മിനിമം ട്രാൻസ്പോർട്ടഡ് ലോഡ് കൺസിസ്റ്റന്റ് വിത്ത് ഫുള്ളി ആക്റ്റീവ് ബെഡ്. മിനിമം transported load consistent with fully active bed. ഫുള്ളി ആക്റ്റീവ് ബെഡിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മിനിമം ട്രാൻസ്പോർട്ടഡ് ലോഡ്, അതാണ് റിജൈൻ സിൽ ചാർജ്. നെക്സ്റ്റ് ഇസ് റിജൈൻ സിൽട്ട് grade. Regine silt grade, it indicates gradation between small and big particles. എന്ന് പറയുന്നത് it is the gradation between small and big particles. വലുതും ചെറുതുമായുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്രഡേഷൻ, അതാണ് റിജൈൻ സിൽട്ട് ഗ്രേഡ്. സോ റിജൈൻ സിൽട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ആക്റ്റീവ് ബെഡുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന മിനിമം ട്രാൻസ്പോർട്ടഡ് ലോഡ്, അതാണ് റിജൈൻ സിൽട്ട് ചാർജ്. whereas റിജൈൻ സിൽട്ട് ഗ്രേഡ് is the gradation between small and big particles. gradation between small and big particles, അതാണ് റിജൈൻ സിൽട്ട് ഗ്രേഡ്. നെക്സ്റ്റ് റിജൈൻ കണ്ടീഷൻ. സോ റിജൈനിലാണെന്ന് പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Regime condition. A channel is said to be in regime when the following conditions are satisfied. A channel is said to be in regime. ഒരു ചാനൽ എപ്പോഴാണ് റിജൈമിൽ എന്ന് പറയുന്നത്? ഫസ്റ്റ്, channel is flowing with unlimited incoherent alluvium of same character as that transported. എപ്പോഴാണ് ഫസ്റ്റ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ channel is flowing in unlimited incoherent alluvium of same character as that transported. നമ്മൾ നേരത്തെ റിജൈൻ ചാനലിന്റെ ഡെഫിനിഷനിലും പറഞ്ഞായിരുന്നു, a channel is said to be in regime when channel is flowing in unlimited incoherent alluvium of the same character as that transported. പിന്നെ അടുത്ത എന്താണ്? silt grade and silt charge are constant. silt grade and silt charge are constant. silt grade ഉം silt charge ഉം constant ആയിരിക്കണം. പിന്നെ പറയുന്നത് തേർഡ് കണ്ടീഷൻ, discharge is a constant. discharge is constant. സോ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, ഈ മൂന്ന് കണ്ടീഷനും പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഒരു ചാനൽ ട്രൂ റിജൈമിലാണെന്ന് പറയാം. ഒരു ചാനൽ ട്രൂ റിജൈമിൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫസ്റ്റ്, channel is flowing in unlimited incoherent alluvium of same character as that transported. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അലൂവിയത്തിന്റെ അതേ ക്യാരക്ടർ ഉള്ള അൺലിമിറ്റഡ് ഇൻകോഹറന്റ് അലൂവിയത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴാണ് റിജൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിജൈം എന്ന് പറയാം. പിന്നെന്താണ്? സിൽട്ട് ഗ്രേഡും സിൽട്ട് ചാർജും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിന്റെ കൂടെ തന്നെ ഡിസ്ചാർജും കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ഈ മൂന്ന് കണ്ടീഷനും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഈ മൂന്ന് കണ്ടീഷനും ചാനൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ a channel is said to be in true regime. A channel is said to be in true regime
when channel is flowing in unlimited incoherent alluvium of same character as that transported, silt grade and silt charge are constant and discharge is constant. Next, initial regime. So one of the conditions of attaining regime of a channel is that there should be freedom for the channel to form its own section. ഒരു ചാനലില് റിജൈം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കണ്ടീഷൻ, ഒരു ചാനൽ റിജൈം അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ചാനലില് അതിന് സ്വന്തമായിട്ടുള്ള സെക്ഷൻ ഫോം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. ഒരു ചാനലിന് റിജൈം അറ്റൈൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചാനലിന് സ്വന്തമായിട്ടുള്ള സെക്ഷൻ ഫോം ചെയ്യാനുള്ള ഫ്രീഡം വേണം. സോ ഇനീഷ്യൽ റിജൈം ഇസ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ചാനൽ ദാറ്റ് ഹാസ് ഫോംഡ് ഇറ്റ് സെക്ഷൻ ഓൺലി ആൻഡ് യെറ്റ് നോട്ട് സെക്യൂർഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ്. അപ്പൊ ഇനീഷ്യൽ റിജൈം എന്ന് പറഞ്ഞാൽ അത് ചാനലിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റില് ചാനൽ അതിന്റെ സെക്ഷനെ ഫോം ചെയ്തിട്ടുള്ളൂ, പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് സെക്യൂർ ചെയ്തിട്ടില്ല. സോ ഇനീഷ്യൽ റിജൈം എന്ന് പറയുന്നത് ചാനലിന്റെ ഒരു സ്റ്റേറ്റ് ആണ്, ചാനലിന്റെ ഒരു അവസ്ഥയാണ്. അതിനകത്ത് ആ സ്റ്റേറ്റിൽ എന്താണ്, ചാനൽ അതിന്റെ സെക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡെപ്തും വിട്ടും ഫോം ആയിട്ടുണ്ട്, സെക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് സെക്യൂർ ചെയ്തിട്ടില്ല. അതാണ് ഇനീഷ്യൽ റിജൈം. സോ ഒരു ചാനൽ റിജൈം അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് സ്വന്തമായി ഒരു സെക്ഷൻ ഫോം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. അപ്പൊ ഇനീഷ്യൽ റിജൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ചാനൽ that has formed its section only, that has formed its section only and yet not secured, longitudinal slope. അതായത് ചാനൽ അതിന്റെ സെക്ഷൻ ഫോം ചെയ്തു, പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് സെക്യൂർ ചെയ്തിട്ടില്ല. അതാണ് ഇനീഷ്യൽ റിജൈം. നെക്സ്റ്റ് ഫൈനൽ റിജൈം. അടുത്ത ടേം എന്ന് പറയുന്നത് ഫൈനൽ റിജൈം. When a channel is constructed with defective slope, it tries to throw off the incoherent silt on the bed to increase their slope. So to attain final regime, the channel forms a section first before final slope. The channel after attaining its section and longitudinal slope will be said to be a final regime. So final regime എന്ന് പറഞ്ഞാൽ the channel after attaining its section and longitudinal slope. നമ്മളിപ്പോൾ ഒരു ചാനൽ കൺസ്ട്രക്ട് ചെയ്യപ്പോൾ ഇതെല്ലാം അലൂവിയൽ സോയിലുള്ള ചാനലിലാണ് നമ്മൾ ഈ റിജൈം കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. ഒരു ചാനൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ഡിഫക്റ്റീവ് സ്ലോപ്പ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ചാനൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫക്റ്റീവ് സ്ലോപ്പ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തിനു ശ്രമിക്കും? ചാനൽ ഇൻകോഹറന്റ് സിൽറ്റിനെ, ബെഡിലുള്ള ഇൻകോഹറന്റ് സിൽറ്റിനെ എറിഞ്ഞു കളയാൻ ശ്രമിക്കും. അപ്പം ഒരു ചാനലിൽ നമ്മൾ ഡിഫക്റ്റീവ് സ്ലോപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ട്രൈ ടു ത്രോ ഓഫ് ദി ഇൻകോഹറന്റ് സിൽറ്റ് ഓൺ ദ ബെഡ്
to increase their slope. അപ്പോൾ നമ്മൾ ഡിഫക്റ്റീവ് സ്ലോപ്പ് കൊടുത്ത് ഒരു ചാനൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ബെഡിലുള്ള ഇൻകോഹറന്റ് സിൽറ്റിനെ ത്രോ ഓഫ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാണ് ഈ ബെഡിലുള്ള ഇൻകോഹറന്റ് സിൽറ്റിനെ എടുത്തു കളയാൻ ചാനൽ ശ്രമിക്കുന്നത്? അതിന്റെ സ്ലോപ്പ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി. സോ ഡിഫക്റ്റീവ് സ്ലോപ്പായിട്ട് ഒരു സ്ലോപ്പ് കൊടുത്ത് ഒരു ചാനൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ ചാനല് അതിന്റെ സ്ലോപ്പിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബെഡിലുള്ള ഇൻകോഹറന്റ് സിൽറ്റിനെ ത്രോ ചെയ്ത് കളയും. സോ ഫൈനൽ റിജൈം കണ്ടീഷൻ അല്ലെങ്കിൽ ഫൈനൽ റിജൈം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചാനൽ എന്ത് ചെയ്യും? ചാനൽ ആദ്യം അതിന്റെ സെക്ഷൻ ഫോം ചെയ്യും. സെക്ഷൻ ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ വിഡ്ത്തും ഡെപ്തും ഫോം ചെയ്യും. അതിനുശേഷം അത് ഫോം ചെയ്തിട്ടാണ് സ്ലോപ്പ് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു ചാനല് ഫൈനൽ റിജൈം അറ്റൈൻ ചെയ്യാൻ വേണ്ടി സ്ലോപ്പ് ഫോം ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ സെക്ഷൻ ഫോം ചെയ്യും. സോ ഒരു ചാനൽ ഫൈനൽ റിജൈമിലായെന്ന് പറയുന്നത് എപ്പോഴാണ്? അത് സെക്ഷനും ഫോം ചെയ്ത് അതിന്റെ കൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും കൂടെ ഫോം ചെയ്യുമ്പോഴാണ് ഒരു ചാനൽ ഫൈനൽ റിജൈമിലെത്തി എന്ന് പറയുന്നത്. സോ a channel is said to be in final regime after attaining its section and longitudinal slope. സെക്ഷനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഒരു ചാനൽ ഫൈനൽ റിജൈമിലായെന്ന് പറയുന്നത്. ഒരു ചാനൽ ഫൈനൽ റിജൈമിൽ ആവാൻ വേണ്ടി സ്ലോപ്പ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പേ അത് എന്ത് അറ്റൈൻ ചെയ്യും? അതിന്റെ സെക്ഷൻ അറ്റൈൻ ചെയ്യും. അതായത് ആദ്യം ഇനീഷ്യൽ റിജൈം അറ്റൈൻ ചെയ്യും, ദെൻ ഇറ്റ് വിൽ അറ്റൈൻ ഫൈനൽ റിജൈം. ഫൈനൽ റിജൈം എന്ന് പറഞ്ഞാൽ സെക്ഷൻ അറ്റൈൻ ചെയ്തതിന്റെ കൂടെ സ്ലോപ്പും കൂടെ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ റിജൈം അറ്റൈൻ ചെയ്തെന്ന് പറയും. നെക്സ്റ്റ് is permanent regime. When a channel is protected on the bed and side with some kind of protecting material, the channel section cannot be scored up, and so there is no possibility of change of section or longitudinal slope. The channel will then be set in permanent regime. അതായത് ഒരു ചാനല് ഫൈനൽ റിജൈം അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ബെഡിനെയും സൈഡിനെയും എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെറ്റീരിയൽ ഉപയോഗിച്ച് കവർ ചെയ്യുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബെഡും സൈഡും പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ ആ ചാനലിൽ ഇനി സ്കൗറിംഗും ഉണ്ടാവില്ല, ചാനലിൽ ഈ സ്കൗറിംഗ് ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ സ്കൗറിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കുമ്പം അത് അറ്റൈൻ ചെയ്തേക്കുന്ന സെക്ഷനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പും പിന്നെ മാറില്ല. അങ്ങനെയുള്ള കേസിലാണ് ചാനൽ സെറ്റ് ടു ബി ഇൻ പെർമനന്റ് റിജൈം. അതായത് ചാനൽ റിജൈം അറ്റൈൻ ചെയ്തല്ലോ, ചാനൽ റിജൈം അറ്റൈൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെ ചാനലിന്റെ ബെഡിനെയും സൈഡിനെയും എന്തെങ്കിലും പ്രൊട്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ, bed and sides are protected by protecting material. നമ്മൾ പ്രൊട്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബെഡിനെയും സൈഡിനെയും പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ചാനൽ cannot be scoured up. ചാനലിൽ ഇനി ഫർദർ സ്കൗറിംഗ് സംഭവിക്കില്ല. അതുകൊണ്ട് എന്താണ്? there is no possibility of change in section or longitudinal സ്ലോപ്പ്. അതായത് നമ്മൾ ചാനലിന്റെ ബെഡിനെയും സൈഡ്സിനെയും പ്രൊട്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇനി കൂടുതലായിട്ട് സ്കൗറിംഗ് ഒന്നും നടക്കില്ല. സോ കൂടുതലായിട്ട് സ്കൗറിംഗ് ഒന്നും നടക്കില്ല എന്ന് വെച്ചാൽ എന്താണ്? ചാനലിൽ ഇനി അതിന്റെ സെക്ഷനോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പോ ഒന്നും ചാനലിൽ ഇനി മാറത്തില്ല. അപ്പോഴാണ് ആ ചാനൽ പെർമനന്റ് റിജൈമിലാണെന്ന് പറയുന്നത്. ഇനി ലേസി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. Lacey also states that silt is kept in suspension due to force of vertical eddies. പക്ഷേ ഇതിനകത്ത് ലേസി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ vertical eddies are generated from both bed and sides normal to surface of generation. ലേസിയും കെനഡി പറഞ്ഞ പോലെ ലേസിയും പറയുന്നത് എന്താണ്? സിൽട്ടിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്
വെർട്ടിക്കൽ എഡീസിന്റെ ഫോഴ്സ് ആണ്. വെർട്ടിക്കൽ എഡീസിൽ കൊണ്ടുള്ള ഫോഴ്സ് ആണ് സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്. പക്ഷേ കെനഡി പറയുന്നത് ബെഡിൽ നിന്നുള്ളതാണെന്നാണ്. പക്ഷെ ലേസി പറയുന്നത് ബെഡിൽ നിന്നും സൈഡ്സിൽ നിന്നും എഡീസ് ജനറേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ദ ജനറേറ്റഡ് എഡീസ് ആർ നോർമൽ ടു ദ സർഫസ് ഓഫ് ജനറേഷൻ. Eddies are generated normal to the surface. So vertical components of eddies generated from sides will also support the silt. അപ്പോൾ സിൽറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ബെഡിൽ നിന്നുള്ള എഡീസ് മാത്രമല്ല, പക്ഷേ സൈഡിൽ നിന്നുള്ള അതായത് സൈഡ്സിൽ നിന്നുള്ള എഡീസിന്റെ വെർട്ടിക്കൽ കമ്പോണൻസും സിൽറ്റിനെ സപ്പോർട്ട് ചെയ്യും. ലേസി therefore assumed hydraulic mean depth are as variable unlike Kennedy who assumed depth. ഇപ്പൊ ഡെപ്ത് ആയിരുന്നു കെനഡീസ് ഇക്വേഷനിലെ വേരിയബിൾ എങ്കിൽ ലേസി അസ്യൂം ചെയ്തത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് വേരിയബിൾ. അതോടെ കൂടെ തന്നെ ലേസി അസ്യൂം സെമി എലിപ്സ് ആസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് റിജൈൻ ചാനൽ. റിജൈൻ ചാനലിന്റെ ക്രോസ് സെക്ഷനെ സെമി എലിപ്സ് ആയിട്ടാണ് ലേസി അസ്യൂം ചെയ്തത്. So Lacy stated that silt is kept in suspension due to force of vertical eddies, due to force of vertical eddies. Vertical eddies ന്റെ ഫോഴ്സ് ആണ് സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്. പിന്നെ eddies are generated from bed and sides normal to surface of generation. So eddies ഇവിടെ ബെഡിൽ നിന്നും സൈഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് സർഫസിൽ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത് അതിന് നോർമൽ ആയിട്ടായിരിക്കും. So vertical component of eddies generated from sides will also support silt. അതും സിൽറ്റിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ലേസി പറയുന്നത്, ലേസി അസ്യൂം ചെയ്തത് ഹൈഡ്രോളിക് mean depth as variable. Hydraulic mean depth are as variable. അതാണ് ലേസി അസ്യൂം ചെയ്തത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആർ വേരിയബിളും പിന്നെ റിജൈൻ ചാനലിലെ ക്രോസ് സെക്ഷൻ സെമി എലിപ്സ് ആണ്. റിജൈൻ ചാനൽ ക്രോസ് സെക്ഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെമി എലിപ്സ്. സോ ഇതാണ് ലേസി പറഞ്ഞത്. ലേസി എന്താ പറഞ്ഞത്? ലേസിയും കെനഡിയെ പോലെ ലേസിയും പറഞ്ഞത് എന്താണ്? സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത് ഫോഴ്സ് ഓഫ് വെർട്ടിക്കൽ എഡീസ് ആണ്. പക്ഷെ ഇവിടെ ലേസി പറയുന്നത് ബെഡിൽ നിന്നും മാത്രമല്ല സൈഡിൽ നിന്നും എഡീസ് ഉണ്ടാവും. എഡീസ് ഉണ്ടാവുന്നത് നോർമൽ ടു സർഫസ് ഓഫ് ജനറേഷൻ. ബെഡിൽ നിന്നോ സൈഡിൽ നിന്നോ എവിടെ നിന്നാണോ ഉണ്ടാവുന്നത് അതിന് നോർമൽ ആയിട്ടായിരിക്കും എഡീസ് ഉണ്ടാവുന്നത്. സോ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എഡീസ് ജനറേറ്റഡ് ഫ്രം സൈഡ്സ്. സൈഡ്സിൽ നിന്നുള്ള എഡീസിന്റെ വെർട്ടിക്കൽ കമ്പോണന്റും സിൽറ്റിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആർ ആസ് വേരിയബിൾ. സോ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആറിനെയാണ് വേരിയബിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ആൻഡ് റിജൈൻ ചാനലിന്റെ ക്രോസ് സെക്ഷൻ സെമി എലിപ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്.